കേരളത്തിൽ നിന്നും ആദ്യ BJP-യുടെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയാകും അല്ല, ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തിരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിൻ്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു മാത്രമേ എനിക്കുള്ളൂ. ഇനി അത്രയും അങ്ങയുടെ മന്ത്രിസ്ഥാനം കേരളത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസം ആണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലാന്ന്. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എൻ്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യമുള്ള താങ്കളെ പിന്തുണച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തൃശ്ശൂർ മേയറിൽ നിന്ന് CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലെന്ന് അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിൻ്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കളുണ്ട്. അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എൻ്റെ ഉത്തരവാദിത്വം. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. മേയർ കടുപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ഭാരതത്തിൻ്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പോൾ ഉത്തരവാദിത്വം എത്ര വലുതാണെന്ന് അറിയണം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ഇപ്പോൾ ടൂറിസത്തിൻ്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്, അത് തന്നെയാണ് എൻ്റെ ഉന്നം. അവിടെ കേരളത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എൻ്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച